എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പാസ്തയാണ്. അതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ ഞാൻ ഇന്നലെ തലേന്ന് അരിഞ്ഞു വെച്ചു. ഇന്നിപ്പം ബാക്കി ക്യാപ്സിക്കവും കാബേജും സവാള ഇന്നിപ്പം രാവിലെയാണ് അരിയുന്നത്. അപ്പോൾ അതെല്ലാം എത്രയും പച്ചക്കറികൾ ചേർക്കുന്നോ ഞാൻ അത്രയും അങ്ങ് ചേർക്കും, കാരണം അവന്മാരുടെ വയറ്റിലങ്ങ് ചെല്ലണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ തിളച്ചായിരുന്നു. പിന്നെ ഞാൻ കോഫിയും കൂടെ എടുത്തുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുക്കർ വെച്ചതിലേക്ക് ഓയിലൊഴിച്ച് സവാളയൊന്ന് ചേർത്ത് അതൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പച്ചക്കറിയുടെ കൂടെ എല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഇങ്ങനെ ഈ പാസ്തയിലൊക്കെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അവരത് എടുത്തു മാറ്റത്തില്ല. അതുകൊണ്ട് അത്രയും പച്ചക്കറികളങ്ങ് വയറ്റി ചെല്ലും. ഞാൻ വിസിലിട്ടിട്ടില്ല, അങ്ങനെ അടപ്പ് വെച്ചൊന്ന് അടച്ചതേ ഉള്ളൂ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇച്ചേരം അവിടെ നിന്ന് കിടക്കട്ടെ. അപ്പോഴത്തേക്കിനും ചായയൊക്കെ റെഡിയായി. ഞാൻ ചായയൊക്കെ എടുത്തു കൊടുത്തു. ഞാൻ മിക്ക ദിവസവും ചെയ്യുന്നത് പച്ചക്കറി എല്ലാം ഇങ്ങനെ വേവിച്ചിട്ട് പാസ്ത ഇതിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇന്ന് പക്ഷേ സെപ്പറേറ്റ് ഞാൻ പാസ്ത വേവിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ലാസ്റ്റിൽ മയോണൈസും ടൊമാറ്റോ സോസും ഒഴിച്ച് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അരിയൊക്കെ കഴുകിയൊന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. അന്നേരം പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അതിൽ തന്നെ സവാളയും തേങ്ങയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് കൈ കൊണ്ട് നന്നായി ഞെവിടിയിട്ട് ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് അതിന് ശേഷം ഇതിട്ട് കൊടുക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് ഒരു 1/2 കിലോയോളമേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം ഒരു പേസ്റ്റൊക്കെ നമുക്കൊരു മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ അകത്തിട്ട് നന്നായി വേവിച്ചതിന് ശേഷം കൊച്ചുള്ളിയൊക്കെ ചേർത്താണ് ഇത് ചെയ്യുന്നത്. കൊച്ചുള്ളിയൊക്കെ എത്രയും ചേർക്കാമോ അത്രയും നല്ലതാണ്. പൊളിക്കേണ്ട പാടുകൊണ്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതൊക്കെ എടുത്തൊന്ന് അതിൻ്റെ ബാസ്ക്കറ്റിലോട്ടൊന്ന് ഇടട്ടെ. പേരയ്ക്ക്, ആപ്പിളും ഓറഞ്ചൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ മലയാളിക്കടയിൽ നിന്ന് ഏത്തക്കയും വാങ്ങിച്ച് ഇന്ന് പാളയം കൂടെ. ഇന്ന് പഴങ്ങളോടുകൂടി വാങ്ങിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരും. ഏത്തക്ക ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് കിട്ടാറില്ല. ഞങ്ങൾ സൺഡേ പ്രേയറിന് പോകുന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് ഒരു കേരള സ്റ്റോർ ഉണ്ട്, അവിടെ നിന്നാണ് ഏത്തക്ക വാങ്ങിക്കുന്നത്. ഇവിടെ ഒരിടത്ത് കിട്ടും, പക്ഷേ അവിടെ വാങ്ങിക്കുന്നതിനേക്കായി 20 രൂപ 30 രൂപ കൂടുതലാണ് ഇവിടെ. അപ്പം ഞാൻ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. അതിനുള്ള മസാലയൊക്കെ ഇട്ടപ്പം ബീഫ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അന്നേരം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.